ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന ഖ്യാതി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോദി സർക്കാർ ഇന്ത്യയെ അങ്ങനെ അല്ലാതാക്കിയെടുത്തിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ നിരത്തി ഇത് പ്രസ്താവിച്ചിരിക്കുന്നത് സ്വീഡനിലെ ഗോതൻബർഗ് സർവകലാശാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വീഡം അഥവാ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസിയാണ്. വീഡം പുറത്തുവിട്ട ഡെമോക്രസി റിപ്പോർട്ട് 2024 എന്ന റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയുടെ 71% ഇപ്പോൾ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഗണ്യമായി തകർന്നുവെന്നും രാജ്യം ഇപ്പോൾ ഇലക്ട്രൽ ഓട്ടോക്രസി അഥവാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്വേച്ഛാധിപത്യം എന്ന വിഭാഗത്തിലാണ് തുടരുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. 2018 വീഡം ഇന്ത്യ ആദ്യമായി ജനാധിപത്യ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഈ വിഭാഗത്തിലേക്ക് തരം താഴ്ത്തിയത്. എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ അവസ്ഥ കൂടുതൽ മോശമായിരിക്കുകയാണ്. വിയോജിപ്പുകളെ അടിച്ചമർത്തുക, മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, സിവിൽ സൊസൈറ്റി സംഘടനകളെ ദുർബലപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം സ്വേച്ഛാധിപത്യ പ്രവണതകൾ പ്രകടമാകുന്ന 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ജനാധിപത്യ നിലവാരം 1975 അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ രീതിയിൽ താഴ്ന്നിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ലിബറൽ ഡെമോക്രസി ഇൻഡെക്സിൽ ആകെയുള്ള 179 രാജ്യങ്ങളിൽ 104 സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ. ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 110ലേക്ക് താഴ്ന്നു. അതായത് ലോകത്തിലെ 40 മുതൽ 50% വരെയുള്ള രാജ്യങ്ങൾക്കും താഴെയാണ് ഇന്ത്യയുടെ ജനാധിപത്യ റാങ്കിംഗ് എന്ന് ചുരുക്കം. മാധ്യമ സ്വാതന്ത്ര്യം, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരം, സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നിവയിൽ ഇന്ത്യ വലിയ തിരിച്ചടികൾ നേരിടുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് വിമർശനാത്മകമായ വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള നടപടികൾ, സാമൂഹിക മാധ്യമങ്ങൾക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ, സിവിൽ സൊസൈറ്റിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എന്നിവ ഇന്ത്യ ഒരു സ്വേച്ഛാധിപത്യ രാജ്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നുവെന്നാണ് വീഡം വിലയിരുത്തുന്നത്. മാധ്യമങ്ങളെ സെൻസർ ചെയ്യുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലുള്ള രാജ്യങ്ങളിൽ ഒന്നായാണ് ഇന്ത്യയെ റിപ്പോർട്ട് അടയാളപ്പെടുത്തുന്നത്. ആഗോളതലത്തിൽ നോക്കിയാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ലോക ജനസംഖ്യയുടെ 71%, ഏകദേശം 570 കോടി ജനങ്ങൾ വിവിധ തരത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. 10 വർഷം മുൻപ് ഇത് 48% മാത്രമായിരുന്നു. ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളുടെ എണ്ണം ലോകത്ത് വലിയ തോതിൽ കുറഞ്ഞു വരുന്നു. 2007-2012 കാലഘട്ടത്തിൽ ലോകത്ത് 43 ലിബറൽ ജനാധിപത്യ രാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 2023 അവസാനത്തോടെ അത് 32 ചുരുങ്ങി. ലോക ജനസംഖ്യയുടെ വെറും 13% മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായ ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ കഴിയുന്നത്. ദക്ഷിണേന്ത്യൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഭൂട്ടാൻ മാത്രമാണ് നിലവിൽ ലിബറൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഏക രാജ്യം. ഇന്ത്യയിലെ ജനാധിപത്യ തകർച്ച ആഗോളതലത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കാരണം ലോകത്ത് സ്വേച്ഛാധിപത്യ പ്രവണതകൾ കൂടുന്ന രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയുടെ പകുതിയും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മാറ്റങ്ങൾ ലോകത്തെ ജനാധിപത്യ സൂചികകളെ വലിയ തോതിൽ താഴേക്ക് വലിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഈ സ്വേച്ഛാധിപത്യ പ്രവണതകളെ മറയ്ക്കാനുള്ള ആയുധമായി മാറുന്നുണ്ടെന്നും വീഡം നിരീക്ഷിക്കുന്നു. ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന വിഭാഗത്തിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും അത് നീതിയുക്തമല്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരം 22 രാജ്യങ്ങളിൽ ഗണ്യമായി കുറഞ്ഞതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാക്കളെയും വിമർശകരെയും ഭരണകൂടം ലക്ഷ്യം വെക്കുന്നതും നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതും ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഭരണകക്ഷിയായ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന വിവിധ നയങ്ങളും നിയമ ഭേദഗതികളും ഈ തകർച്ചയ്ക്ക് കാരണമായതായി റിപ്പോർട്ട് വിലയിരുത്തുന്നു. മതസ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണങ്ങൾ, UAPA പോലുള്ള നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികൾ എന്നിവ വഴി വിയോജിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളും BJP സർക്കാർ നടപ്പാക്കിയതായി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അക്കാദമിക് മേഖലയിലെ സ്വതന്ത്രമായ ഇടപെടലുകൾക്ക് തടസ്സം നിൽക്കുന്നതും രാജ്യത്തെ ജനാധിപത്യ സ്കോർ കുറയാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആഗോളതലത്തിൽ 42 രാജ്യങ്ങൾ ഇപ്പോൾ സ്വേച്ഛാധിപത്യത്തിന്റെ പാതയിലാണെന്നും അവയിൽ ഭൂരിഭാഗവും മുൻപ് ജനാധിപത്യ രാജ്യങ്ങളായിരുന്നുവെന്നും വീഡം വ്യക്തമാക്കുന്നുണ്ട്. ഗ്രീസ്, പോളണ്ട് എന്നീ രാജ്യങ്ങൾ ഒഴികെ ഇത്തരത്തിൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങിയ മറ്റ് 8 രാജ്യങ്ങളിലും ജനാധിപത്യം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. ഇന്ത്യയും ഇതേ ഗണത്തിലാണ് റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേവലം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതുകൊണ്ട് മാത്രം ഒരു രാജ്യം ജനാധിപത്യ രാജ്യമാകുന്നില്ലെന്നും മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, ഭരണഘടനാപരമായ തുല്യത എന്നിവ ഉറപ്പാക്കുമ്പോൾ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂവെന്നും വീഡം റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള 4000-ലധികം വിദഗ്ധരുടെ സഹായത്തോടെയാണ് വീഡം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, മാധ്യമ സ്വാതന്ത്ര്യം, നീതിന്യായ സംവിധാനത്തിന്റെ നിഷ്പക്ഷത, പൗരാവകാശങ്ങൾ തുടങ്ങിയ 100 കണക്കിന് ഘടകങ്ങൾ പരിശോധിച്ചാണ് രാജ്യങ്ങളുടെ ജനാധിപത്യ നിലവാരം നിശ്ചയിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാറുള്ളത്.